എൻ്റെ ക്ലയൻറ്റിനെ ആദ്യമൊക്കെ ആഡ് റൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊരു കോമ്പറ്റീറ്റർ അനാലിസിസാ സ്ട്രക്ചറാ ഒന്നും ചെയ്യാണ്ട് ആഡ് റൺ ചെയ്യുമ്പോൾ കുറേ കാശൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കി അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്ലയൻറ്റിനെ ആഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതിലെല്ലാം നമ്മുടെ ബിസിനസ്സിൻ്റെ കീവേഡ് അടിച്ചു കൊടുക്കും. അത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന എല്ലാവരും നമ്മുടെ ക്ലയൻറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സാണ്. പിന്നെ അടുത്തത് നോക്കാമെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും ആഡ് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ ആഡ്സ് ലൈബ്രറിയും ഗൂഗിൾ ട്രാൻസ്പെറൻസി സെൻറ്ററും ഇതൊക്കെ വെച്ചാൽ ചെക്ക് ചെയ്യും. ഇത് വെച്ചാൽ അവരെന്തൊക്കെ ക്രിയേറ്റീവ് യൂസ് ചെയ്യേണ്ടെന്നും എന്താണ് അവരുടെ സൊല്യൂഷനും എന്താണ് അവരുടെ USP എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അതൊക്കെ അനലൈസ് ചെയ്ത് അടുത്തത് അവരുടെ ഓർഗാനിക്കും പെയ്ഡും ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഈ ഊബർ സജസ്റ്റും പിന്നെ സെംറഷും. ഇതിൽ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ URL കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവരുടെ ഫുള്ള് ഡേറ്റയും അവരുടെ റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടും. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി കോമ്പറ്റീറ്റർ ചെയ്ത മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നീഷയ്ക്ക് എന്തൊക്കെ ക്രിയേറ്റീവ് വർക്കാവുന്നും ഏതൊക്കെ വർക്കാവില്ല എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കും. സോ ഇതുപോലത്തെ ഇൻഫർമേഷൻസിന് വേണ്ടി ജസ്റ്റ് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.